മുഖ്തസർ 169 പേജ് 226. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. നഹ്മദുക യാ മൻ ശറഹ സുദൂറനാ ലിതൽഖീസിൽ ബയാനി ഫീ ഇളാഹിൽ മആനി വനവ്വറ ഖുലൂബനാ ബിലവാമിഇത് തിബയാനി മിൻ മത്താലിഇൽ മസാനി ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وصحابه المحدثين قصبات السبق في مضمار الفصاحة والبراءة. وقد تستعمل صيغة الأمر لغيره. ചില സമയങ്ങളിൽ അംറിന്റെ സീഗയെ അമ്രിന്റെ സീഹ എന്ന് പറയുമ്പോൾ അമ്ര് നഫ്സിയായ അമ്രായി, അമ്ര് എന്ന സീഹയെ ഇസ്തിമാലി ചെയ്യപ്പെടും, അങ്ങനെയും അർത്ഥം വെക്കാം. അമ്ര് എന്ന സീഹ എന്ന് പറയുമ്പോൾ അമ്ര് ലഫ്ലിയായ അമ്ര്, അത് ഖിലാഫുള്ള കാര്യമാണ്. അപ്പോൾ അമ്രിന്റെ സീഹ അല്ലെങ്കിൽ അമ്ര് എന്ന സീഹ, ആ സീഗയെ ഇസ്തിമാല് ചെയ്യപ്പെടും ലിഗൈരിഹി ഐ ലിഗൈരി തലബിൽ ഫിഇലി ഇസ്തിഇലാഅൻ. ഇസ്തിഇലാഅൻ തലബുൽ ഫിഇൽ അല്ലാത്തതിന് ഇസ്തിമാൽ ചെയ്യപ്പെടും. നേരത്തെ പറഞ്ഞത് 225 പേജിൽ വൽ അദ്ഹറു അന്ന സീഗത്തുഹു, അംറ് എന്ന സീഗ മിനൽ മുഖ്തലിനത്തി ബില്ലാമി നഹ്വു ല യഹ്ലുറു ലിയഹ്ലുറു സൈദുൻ വഗൈരിഹാ നഹ്വു അക്രിം അംറൻ ഉർവൈദ ബക്രൻ മൗളൂഅത്തുൻ ലിതലബിൽ ഫിഇലി ഇസ്തിലാഅൻ എന്നാണല്ലോ. അംറ് എന്ന സീഗ അല്ലെങ്കിൽ അംറിന്റെ സീഗയെ, അത് ആ സീഗ മൗളൂഅത്തുൻ ലിതലബിൽ ഫിഇലി ഇസ്തിലാഅൻ എന്നാണ് പറഞ്ഞത്. അതാണ് അദ്ഹർ. ഉയർച്ചയെ നടിച്ചവനായ നിലയിൽ ഒരു കാര്യത്തിനെ ആവശ്യപ്പെടുന്നതിന് വെക്കപ്പെട്ടതാണ്. അതിനാണ് അതിനെ വലഇ ചെയ്തത്. ആ തലബുൽ ഫിഇലി ഇസ്തിഇലാ അന്നത് ഈജാബിയും ആവാം നദിബിയും ആവാം. അത് മറ്റൊരു തർക്കമാണ്, മറ്റൊരു ഖിലാഫാണ്. പക്ഷെ അതിനാണ് വെക്കപ്പെട്ടത് എന്നാണ് പറഞ്ഞത്. അത് അല്ലാത്തതിൽ ഉപയോഗിക്കപ്പെടും. ഐലി ഗൈരി തലബിൽ ഫിഇലി ഇസ്തിഇലാഅൻ. ഇസ്തിഇലാഅൻ തലബുൽ ഫിഇൽ അല്ലാത്തതിൽ ഉപയോഗിക്കപ്പെടും. ഉയർച്ചയെ നടിച്ചവനായ നിലയിൽ ഒരു കാര്യത്തിനെ ആവശ്യപ്പെടൽ എന്നത് അല്ലാത്തതിന്. അത് ഏതുപോലെ? കൽ ഇബാഹത്തി, ഇബാഹത്ത് പോലെ എന്നാണ്. അപ്പോൾ തലബുൽ ഫിഇലി ഇസ്തിഇലാഅൻ, തലബുൽ ഫിഇലിന്റെയും ഇബാഹത്തിന്റെയും ഇടയിലുള്ള അലാഖത്ത്, ആ അലാഖത്ത് അത് രണ്ടും എന്താണ്? തലബുൽ ഫിഇലും ഇബാഹത്തും മുത്തുലഖുൽ ഇതിനിൽ അത് മുസ്തറക്കാണ്. ഇബാഹത്തിലും ഇതിനുണ്ട്, പിന്നെ തലബുൽ ഫിഇലിലും ഇതിനുണ്ട്. ഈ ഫിഇൽ ചെയ്യാനുള്ള സമ്മതം ഉണ്ട് മുത്തക്കല്ലിമിൽ നിന്നുള്ള ഇതിന്. പക്ഷേ ഇബാഹത്ത് ആമായ ഇതിനാണ്, തലബുൽ ഫിഇലി ഇസ്തിഇലാൻ ഒരു ഖാസായ ഇതിനാണ് ഉള്ളത്. അപ്പോൾ തലബുൽ ഫിഇലി ഇസ്തിഇലാൻ അഖസ്സും ഇബാഹത്ത് അഅമ്മുമാണ്. അഖസ്സിനെ അഅമ്മിൽ ഇസ്തിഇമാൽ ചെയ്തു, മജാസ് മുർസലായിട്ട്. അങ്ങനെ വെക്കാം. അതല്ലെങ്കിൽ എന്ത് ചെയ്യാം? അലാഖത്ത് തലാദ്, അത് രണ്ടിന്റെ ഇടയിലുള്ള ബന്ധം എന്താണ്? തലാദിന്റെ നിസ്ബയാണ്. കാരണം
ഫിഇലും തർക്കും തമ്മിൽ എന്തുണ്ട്? തലാദുണ്ട്. ഇബാഹത്തിൽ തെർക്ക് ജായിസാണ്, തലബുൽ ഫിഇലിൽ എന്തില്ല? തെർക്ക് ജായിസല്ല. അപ്പോൾ തലാദ് എന്ന അലാക്കത്തും നമുക്കവിടെ മനസ്സിലാക്കാം. ഏതായാലും ആവട്ടെ, കൽ ഇബാഹത്തി, ഇബാഹത്ത് പോലെ, നെഹ്വു ജാലിസിൽ ഹസന അവിബിന സീരീന, നീ ഹസൻ എന്നവരുടെ കൂടെ ഇരുന്നോ, അതല്ലെങ്കിൽ ഇബ്നു സീരീന എന്ന ആളുടെ കൂടെ ഇരുന്നോ എന്നാണ്. അപ്പോൾ ഇത് ഉപയോഗിക്കുന്ന മക്കാമ് രണ്ടാളുടെ കൂടെയും ഇരിക്കൽ ജായിസല്ല എന്ന് മനസ്സിലാക്കിയതായ ഒരു മുഖാത്തബിനോട് സംസാരിക്കുന്ന സമയത്താണ് ഇത് ഇബാഹത്തിലാകുന്നത്. ആ മക്കാമിലെ ഇത് ഉപയോഗിക്കുകയുള്ളൂ. ഒരു മുഖാത്തബ് രണ്ടാളുടെ കൂടെയും ഇരിക്കൽ പാടില്ല എന്ന് അവൻ ഊഹിച്ചു, അല്ലെങ്കിൽ മനസ്സിലാക്കി. ആ പാടില്ല എന്നത് ശരിയല്ല, അത് ഹലാലാണ് എന്ന് മനസ്സിലാക്കി കൊടുക്കാനാണ് ജാലിസിൽ ഹസന അവിബിന സീരീന എന്ന് പ്രയോഗിക്കുന്നത്. ഇനി അവിടെ നമുക്ക് തഅല്ലം ഫിഖ്ഹൻ ഔ നഹ്വൻ, നീ ഫിഖ്ഹ് പഠിച്ചോ അല്ലെങ്കിൽ നഹ്വ് പഠിച്ചോ. ആ ഉദാഹരണമാണ് അൽഫയിൽ എടുത്തിട്ടുള്ളത്. ഖയ്ർ അബിഹി ഖസ്സിം ബി ഔവോ അബിഹിമി വസ്കുക് വൈൽ റാബും ബിഹാ ഐലന്നുമി. ആ ബൈത്തിൽ പറഞ്ഞിട്ടുണ്ട് അബിഹ് എന്നതിന് ഉദാഹരണം എന്ത്? തഅല്ലം ഫിഖ്ഹൻ ഔ നഹ്വൻ, ഫിഖ്ഹ് പഠിച്ചോ അല്ലെങ്കിൽ നഹ്വ് പഠിച്ചോ. അത് ആരോടാണ് ഉപയോഗിക്കുന്നത്? ഈ കലാമ് ആരോടാണ് സംസാരിക്കുന്നത്? ഫിഖ്ഹും നഹ്വും ഒരുമിച്ചു കൂട്ടൽ, അത് രണ്ടും ജംഅ് ചെയ്യൽ ജായിസല്ല എന്ന് മനസ്സിലാക്കിയതായ ഒരു മുഖാത്തബിനോട്. ആ മക്കാമിലാണ് ഇത് ഉപയോഗിക്കുന്നത്. അപ്പോഴാണിത് ഈ അമ്ര ഇബാഹത്തിന്റെ അമ്രാകുന്നത്. അപ്പോൾ ഉസൂലീങ്ങളുടെ അടുക്കൽ ജാലിസ് എന്ന സീഗ തന്നെയാണ് ഇബാഹത്തിനെ ഇഫാദത്ത് ചെയ്യുന്നത്. കാരണം ജമ്മു ജായിസല്ല എന്ന് മനസ്സിലാക്കിയവനോടാണല്ലോ പറയുന്നത്. നെഹ്വീങ്ങളുടെ അടുക്കൽ ഔ എന്ന കലിമത്താണ് ഇബാഹത്തിന് ഇഫാദത്ത് ചെയ്യുന്നത്. പിന്നെ അവിടെ തഹ്ഖീഖ് എന്താണ്? സീഗയിൽ നിന്ന് മനസ്സിലാകുന്നത് മുത്ലഖുൽ ഇദ്നാണെന്നും, ജാലിസ് കൂടെയിരുന്നോ. ഔ എന്ന കലിമത്തിൽ നിന്ന് ലഭിക്കുന്നത് ഒരാളുടെ അടുക്കൽ ഇരിക്കൽ ആണ് എന്നും, അതിനപ്പുറമുള്ളത് ജമ്മു ജായിസാണോ ഇല്ലയോ എന്നുള്ളത് അത് കരീനത്തുകളെ കൊണ്ടാണ് എന്നുമാണ്. അതാണ് തഹ്ഖീഖ്. അപ്പോൾ ഇത് ഇബാഹത്തിന്റെ അമ്രാണ് എന്നത് ഈ മക്കാമ് നോക്കിയിട്ടാണ് മനസ്സിലാക്കേണ്ടത്. മുഖാത്തബ് രണ്ടും ജമ്മു ചെയ്യൽ, രണ്ടാളുടെയും കൂടെ ഇരിക്കൽ പാടില്ല എന്ന് മനസ്സിലാക്കിയ മക്കാമിലാണല്ലോ ഇത് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ അമ്ര ഇബാഹത്തിനായി എന്ന് ചുരുക്കം. തഖീർ എന്ന് പറഞ്ഞാൽ അവിടെ അൽഫയിൽ പറഞ്ഞിട്ടുണ്ട് തസവ്വജ് ഹിന്ദൻ ഔ ഉഖ്തഹ. അവിടെ വൽ ഫർഖു ബൈനഹുമാ തഖീർ ഇബാഹത്തിന്റെ ഇടയിലുള്ള ഫർഖ് ജവാസുൽ ജമ്മി ബൈനൽ മുതആത്തിഫൈനി ഫിൽ ഇബാഹത്തി ദൂന തഖീരി എന്നാണ്. ഇബാഹത്തിൽ മുതആത്തിഫൈനിയുടെ ഇടാനെ ഒരുമിച്ച് കൂട്ടൽ ജായിസാണ്, തഖീറിൽ അത് പറ്റൂല. തഖീറിനിക്ക് അമ്ര വരും എന്ന് ജമ്മുൽ ജവാമിയിലെല്ലാം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ
കല്ലിബാഹത്തി ഇബാഹത്ത് പോലെ ആ വൈറ് തലബുൽ ഫീലി ഇസ്തിഇലാ അല്ലാത്തത് ഏതുപോലെ ഇബാഹത്ത് പോലെ നെഹ്വു ജാലിസിൽ ഹസന അബിബിന സീരീന ഫയജൂസു ലഹു അപ്പോൾ ഈ മുഖാത്തബിന് ജായിസാണ് അൻ യുജാലിസ അഹദഹുമാ ഒരാളുടെ അടുക്കൽ ഇരിക്കൽ ജായിസാണ് ഔ കിലൈഹിമാ അല്ലി രണ്ടാളുടെയും അടുക്കൽ ഇരിക്കൽ ജായിസാണ്. രണ്ടാളുടെയും അടുക്കൽ ഇരിക്കൽ ജായിസാണെന്ന് മഅയ്യത്തോടുകൂടെയും ആവാം. ഒരാളുടെ കൂടെ ഇരുന്നതിന്റെ ശേഷം മറ്റൊരാളുടെ കൂടെ ഇരിക്കൽ അങ്ങനെയും ആവാം. അല്ലാ യുജാലിസ അഹദം മിന്നുമാ അസ്ലൻ തീരെ രണ്ടിൽ നിന്ന് ഒരാളുടെ അടുക്കൽ ഇരിക്കാതിരിക്കും ജായിസാണ്. കാരണം ഇബാഹത്തിനാവുമ്പോൾ അത് ഈജാബി അല്ലല്ലോ. അതുകൊണ്ട് ഇരിക്കാതിരിക്കുകയും ചെയ്യാം. പിന്നെ തഹ്ദീദ് പോലെയും അയ്യത്തഹ്വീഫി പേടിപ്പിക്കല് വഹുവ ഈ തഹ്ദീദ് അഅമ്മു മിനൽ ഇൻദാരി ഇൻദാറിനേക്കാൾ അഅമ്മാണ്. അപ്പൊ ഇൻദാറ് അഖസ്സാണ്. അമ്ര് ഇൻദാറിന് വരും എന്ന് ജമ്മുൽ ജവാമിയിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം ലി അന്നഹു ഇൻദാറ് എന്ന് പറഞ്ഞാൽ ഇബ്ലാഹും മഅത് തഖ്വീഫി ഭയപ്പെടുത്തലോട് കൂടെ ഇബ്ലാഹ് മറ്റുള്ളവരിലേക്ക് എത്തിക്കൽ വിഷയം എത്തിക്കലാണ്. അതാണ് ഇൻദാറ്. ഒഫി സഹായിൽ പറഞ്ഞിട്ടുണ്ട് എന്ന കിതാബിലുണ്ട് അൽ ഇൻദാറു തഖ്വീഫും മഅ ദഅവത്തോടുകൂടെ ക്ഷണിക്കലോടുകൂടെ പേടിപ്പിക്കലാണ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴും അത് അഖസ്സാണ്. സഹാഹിൽ പറഞ്ഞ നിർവചനം അനുസരിച്ചും ശാരിഹ് പറഞ്ഞ നിർവചനം അനുസരിച്ചും ഇൻദാറ് അഖസ്സാണ്, തഹ്ദീദ് അഅമ്മാണ്. പിന്നെ സഹാഹിൽ പറഞ്ഞതും ശാരിഹ് പറഞ്ഞ തൈരീഫും തമ്മിലുള്ള ഫർക്ക്, ശാരിഹ് പറഞ്ഞ തൈരീഫ് സഹാഹിൽ പറഞ്ഞ തൈരീഫിനേക്കാൾ അഅമ്മാണ്. തഖ്വീഫും മഅ ദഅവത്തിൻ എന്ന് പറഞ്ഞത് അത് മുർസലീങ്ങളിൽ നിന്നേ ഉണ്ടാവുകയുള്ളൂ. ഇബ്ലാഹും മഅത് തഖ്വീഫ് മുർസലീങ്ങളിൽ നിന്നുമാവാം, മുർസലീങ്ങൾ അല്ലാത്തവരിൽ നിന്നും ആവാം. കാരണം സഹാഹിൽ പറഞ്ഞ തൈരീഫ് അനുസരിച്ച് മഫൂമിൽ ദഅവത്തിന് ഇഅ്തിബാർ ചെയ്തിട്ടുണ്ട്. സാരി പറഞ്ഞ തൈരീഫ് അനുസരിച്ച് ദഅവത്തിന് ഇഅ്തിബാർ ചെയ്തിട്ടില്ല. അപ്പൊ ദഅവത്ത് മുർസലീങ്ങളിൽ നിന്നല്ലേ ഉണ്ടാവുകയുള്ളൂ. അതെ, ഈ ഇബ്ലാഹ് എന്താണ്? റസൂലിൽ നിന്നും റസൂൽ അല്ലാത്തവരിൽ നിന്നും ഉണ്ടാകാം. കാരണം ഒരാള് വേറൊരാൾക്ക് അറിയിച്ചു കൊടുത്തത് ഒരു സൈന്യം വരുന്നുണ്ട് എന്നറിയിച്ചു കൊടുക്കുമ്പോൾ അവിടെ തഖ്വീഫുമുണ്ട്, ഇബ്ലാഹുമുണ്ട്. അതേ സമയത്ത് ഇദ്ദേഹം അത് ഒരു റസൂലല്ല, മുർസലല്ല കേട്ടോ. അപ്പോ അന്തിറുഹും അവർക്ക് താക്കീത് ചെയ്തു കൊടുക്കുക. അന്തിറുഹും എന്ന് പറഞ്ഞു ഒരു മുത്തക്കല്ലിമിനി, അവർക്ക് താക്കീത് ചെയ്തു കൊടുക്കുക. അപ്പോ അത് ഇബ്ലാഹു കൊണ്ടുള്ള കൽപ്പനയുണ്ട്, ഒരു പേടിപ്പിക്കലോടുകൂടെ ഇബ്ലാഹു കൊണ്ടുള്ള കൽപ്പനയുണ്ട്. അത് റസൂലാവണമെന്നില്ല. അന്തിറുഹും, നീ അവർക്ക് താക്കീത് ചെയ്തു കൊടുക്ക്, മുന്നറിയിപ്പ് നൽകി, ഇന്ന സംഭവം ഉണ്ടാകുന്നുണ്ട് എന്ന് അറിയിച്ചു കൊടുക്ക്. അപ്പോൾ ഈ അന്തിറുഹും എന്നുള്ളതെന്താണ്? ഇബ്ലാഹും മഅത് തഖ്വീഫാണ്. താക്കീത് ചെയ്തു കൊടുക്കുന്നാണല്ലോ പറയുന്നത്.
അത് ഒരു റസൂലിൽ നിന്നാവണമെന്നില്ല. അപ്പൊ ഇബ്ലാഹും തഖ്വീഫ് റസൂലിൽ നിന്നും ആവാം, അല്ലാത്തവരിൽ നിന്നാവാം. അതേ സമയത്ത് തഖ്വീഫും മഅദബത്തിൽ റസൂലിൽ നിന്ന് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. ചുരുക്കി പറഞ്ഞാൽ സഹാഹിൽ പറഞ്ഞ നിർവചനവും ഷാരിഹി പറഞ്ഞ നിർവചനവും തമ്മിൽ അഅമ്മ അഖസ് നിസ്ബയാണ് ഉള്ളത്. നഹ്വു ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ചത് ചെയ്യുവീൻ. ഇവിടെ ഇത് തഹ്ദീദാണ്. ചെയ്യാൻ സമ്മതം കൊടുക്കലല്ലാതെ. ലിദുഹൂരി അല്ലൈസൽ മുറാദു, മുറാദല്ല അൽഅംറ ബികുല്ലി അമലിൻ ഷാഉ, അവർ ഉദ്ദേശിച്ച എല്ലാ അമലും കൊണ്ടുള്ള അംറല്ല ഇവിടെ മുറാദ്. തലബുൽ ഫീലും തഹ്ദീദും തമ്മിലുള്ള അലാഖത്ത് എന്താണ് അത് മനസ്സിലാക്കണമല്ലോ. അപ്പോൾ ഈ തഹ്ദീദിന്റെ സീഗ എവിടെയാണ് ഉപയോഗിക്കുന്നത്? ഈ മഅ്മൂർ ബിഹി മുത്തക്കല്ലിമിന് ഇഷ്ടമില്ലാത്തോടത്ത്. ഇഅ്മലൂ മാ ശിഅ്തും, നിങ്ങൾ ഉദ്ദേശിച്ച് ചെയ്യുവിൻ, കാണിച്ചു തരാന്ന ആ ചെയ്യൽ ആർക്കെന്തില്ല? തൃപ്തിയില്ല, മുത്തക്കല്ലിമിന് തൃപ്തിയില്ല. അത് രണ്ടിന്റെ ഇടയിലുള്ള അലാഖത്ത് മനസ്സിലാക്കണം. ശിബ്ഹു ത്വലാദാണ് രണ്ടിന്റെ ഇടയിലുള്ള അലാഖത്ത്. കാരണം ഈ തലബുൽ ഫിഇലിൽ എന്തുണ്ടാവും? അതായത് അമ്ര് ഒരുപക്ഷെ വാജിബോ മന്ദൂബായിരിക്കും. തഹ്ദീദിന്റെ മുത്തഅല്ലക്ക് ഹറാമോ മക്റൂഹോ ആയിരിക്കും. അമ്രിന്റെ മുത്തഅല്ലക്ക് വാജിബോ മന്ദൂബോ ആയിരിക്കും. വാജിബ് മന്ദൂബിന്റെ ലിദ്ദാണ് ഹറാമ് മക്റൂഹ് എന്നുള്ളത്. അപ്പോൾ അലാഖത്ത് എന്തായി? ശിബ്ഹു ത്വലാദായി എന്ന് മനസ്സിലാക്കണം. പിന്നെ വത്തഈജീസി, അജ്സിലാക്കൽ പോലെയും തഈജീസ് പോലെയും, അതായത് സാധിക്കാതെയാക്കുക. മഅ്മൂർ ബിഹി കൊണ്ടുവരാൻ മുഖാത്തബിനിക്ക് സാധിക്കാതെയാക്കുക, അവനെ കഴിവുകേടിലാക്കുക. അതാണ് നഹ്വു ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി വഇൻ കുന്തും ഫീ റൈബിൻ മിമ്മാ നസ്സൽനാ അലാ അബ്ദിനാ ഫഅ്തു ബിസൂറത്തിൻ മിൻ മിസ്ലിഹി എന്നാണ്. നിങ്ങൾ കൊണ്ടുവരുവീൻ, ബിസൂറത്തിൻ ഒരു സൂറത്തിനെ കൊണ്ടുവരുവീൻ എന്നാ. മിൻ മിസ്ലിഹി അവിടെ പറയട്ടെ, ഇത് ലൈസൽ മുറാദു, ഇവിടെ മുറാദല്ല. തലബ ഇത്തിയാനിഹിം തലബ, അതാണ് ലൈസന്റെ ഖബറാണ്. ഇത് ലൈസൽ മുറാദു തലബ ഇത്തിയാനിഹിം, അവര് ഈ മുഖാത്തബീങ്ങൾ കൊണ്ടുവരാൻ ആവശ്യപ്പെടൽ അല്ല. ബി സൂറത്തിൻ ഒരു സൂറത്തിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടൽ അല്ല. മി മിസ്ലിഹി അടിമ പോലത്തവരിൽ നിന്ന്, അല്ലെങ്കിൽ ഖുർആൻ പോലത്തതായ സൂറത്തിന്. അടിമ പോലത്തവരിൽ നിന്ന്, അല്ലെങ്കിൽ സിഫത്തായിട്ട് മിസ്ലി അടിമ പോലത്തവരിൽ നിന്ന് കൊണ്ടുവരിക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പോലത്തവരിൽ നിന്നൊരു സൂറത്തിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടലല്ല. അല്ലെങ്കിൽ ഖുർആൻ പോലത്തെ ഒരു സൂറത്തിനെ കൊണ്ടുവരാ, അല്ലെങ്കിൽ അടിമ പോലത്തവരിൽ നിന്നൊരു സൂറത്തിനെ കൊണ്ടുവരിക. ലികൗലിഹി മുഹാലൻ, ആ കൊണ്ടുവരൽ മുഹാലാദിന് വേണ്ടി. അപ്പോൾ അത് അവർക്ക് സാധിക്കുകയില്ല എന്ന് അറിയിക്കലാണ് ഇവിടുത്തെ ലക്ഷ്യം. ഇത് ഉപയോഗിക്കുന്ന മക്കാമ് ഈ മഅ്മൂർ ബിഹിയായ കാര്യം മുഖാത്തബീങ്ങൾക്ക് കൊണ്ടുവരൽ അസാധ്യമാകുന്ന മക്കാമിലാണ് തഈജീസിന്റെ സിഗയെ ഉപയോഗിക്കുക. അത് കൊണ്ടുവരാൻ അവർക്ക് അസാധ്യമായ മക്കാമ്, അത് മുത്തക്കല്ലിമ് മനസ്സിലാക്കിയ സ്ഥലത്ത്, അവിടെ അംറിന്റെ സീഗയെ കൊണ്ടുവന്നാൽ അത് തഈജീസിന്റേതാണ്, തഈജീസിനുള്ളതാണ്.
അപ്പോൾ അംറിനെ തഅജീസിൽ ഉപയോഗിച്ചു. അംറിന്റെയും തഅജീസിന്റെ ഇടയിലുള്ള അലാഖത്ത് തഅജീസിന്റെ മുത്തഅല്ലക്ക് മുഹാലായിരിക്കും, അംറിന്റെ മുത്തഅല്ലക്ക് മുംകിനുമായിരിക്കും. അപ്പോൾ ശിബ്ഹുത്തലാദാണ് അവിടെയും അലാഖത്ത് എന്ന് മനസ്സിലാക്കാം. വൽളർഫു കനലി കൗലിഹി മുഹാലൻ, ഒരു സൂറത്തിനെ കൊണ്ടുവരാൻ ആവശ്യപ്പെടലല്ല മുറാദ് മിൻ മിസ്ലിഹി അടിമ പോലത്തവരിൽ നിന്ന്, അല്ലെങ്കിൽ അടിമ പോലത്തവരിൽ നിന്നുള്ള ഒരു സൂറത്തിന്, അല്ലെങ്കിൽ ഖുർആൻ പോലത്തതിൽ നിന്നുള്ള ഒരു സൂറത്തിന്, ഖുർആൻ പോലത്തതായ ഖുർആനിനെ പോലെയുള്ള ഒരു സൂറത്തിന്. വൽളർഫു മിൻ മിസ്ലിഹി എന്ന ലർഫ് അയിനി ഖൗലഹു മിൻ മിസ്ലിഹി, മിൻ മിസ്ലിഹി എന്ന കൗലിനാണ് ഉദ്ദേശിക്കുന്നത്. അത് മുത്തഅല്ലിഖുൻ ബി ഫഉത്തു, ഫഉത്തു എന്നതിനോട് ബന്ധിച്ചതാണ്. വല്ലമീറു ലി അബ്ദിന, ലമീർ ലി അബ്ദിന എന്നതിലേക്കാണ്. അപ്പോൾ എന്താ അർത്ഥം? നിങ്ങളൊരു സൂറത്തിനെ കൊണ്ടുവരുക മിൻ മിസ്ലിഹി, അടിമ, നമ്മുടെ അടിമ പോലത്തവരിൽ നിന്ന് കൊണ്ടുവരുക. ലി അബ്ദിന എന്നതിന്റെ മിൻ മിസ്ലിഹിന്റെ മുത്തഅല്ലക്ക് ഫഉത്തു ആയി. അപ്പോൾ ലർഫ് ലഹബായി. മിൻ മിസ്ലിഹിന്റെ മുത്തഅല്ലക്ക് ഫഉത്തു ആകുമ്പോൾ മിൻ മിസ്ലിഹി എന്നുള്ളത് ലർഫ് ലഹബായി. അടിമ പോലത്തവരിൽ നിന്ന് കൊണ്ടുവരിക. അടിമ പോലത്തവർ ഉണ്ടാവട്ടെ ഇല്ലാതിരിക്കട്ടെ, അടിമ പോലത്തവരിൽ നിന്ന് കൊണ്ടുവരണം. ആ കൊണ്ടുവരാൻ അവർക്ക് സാധ്യമല്ല. അവർക്ക് അസാധ്യമായ സ്ഥലത്ത് മക്കാമിൽ ആണല്ലോ അത് ഉപയോഗിക്കുന്നത്. അല്ലെങ്കിൽ മിൻ മിസ്ലിഹി എന്ന് പറഞ്ഞാൽ ലർഫ് സിഫത്ത് ഔ സിഫത്തും ബി സൂറത്തിൻ, ബി സൂറത്തിൻ എന്നതിന് സിഫത്താണ്. മിൻ മിസ്ലി, അപ്പോൾ എന്താവും അർത്ഥം? ഫഉത്തു, നിങ്ങൾ കൊണ്ടുവരണം, ബി സൂറത്തിൻ, ഒരു സൂറത്തിനെ, മിൻ മിസ്ലിഹി, എങ്ങനത്തെ സൂറത്ത്? അടിമ പോലത്തവരിൽ നിന്ന് സ്ഥിരമായ സാബിത്തായ സൂറത്ത്, അല്ലെങ്കിൽ ഖുർആൻ പോലത്തതിൽ നിന്ന് സാബിത്തായ സൂറത്ത്. അതായത് ഖുർആൻ പോലെയുള്ള സൂറത്തിനെ കൊണ്ടുവരുവീനെന്നാവും. അപ്പോൾ ലർഫ് മുസ്തഖറാവും. ജാറു മജ്റൂർ, സിഫത്തോ ഹാലോ ഖബറോ ഒക്കെ ആയി വരുമ്പോൾ അത് ലർഫ് മുസ്തഖറാണ്. സൂറത്തിന് സിഫത്താകുമ്പോൾ ഒല്ലമീറു മിസ്ലിഹിന്റെ ലമീറിലി മാ അൻസൽന, മാ അൻസൽനയിലേക്ക് മടക്കാം. മാ അൻസൽന ഇലേക്കാണ്, ഇനി മാ അൻസൽന എന്നതിലേക്കാണ് ലമീർ. അപ്പോൾ എന്താവും? ഖുർആൻ പോലത്തതിൽ നിന്നുള്ള സൂറത്ത് എന്നായി. ഔ ലി അബ്ദിന, അല്ലെങ്കിൽ ലി അബ്ദിന എന്നതിലേക്കാണ്. ഇങ്ങുണ്ടും ഫി റൈബിൻ മിമ്മാ നസൽന അലാ അബ്ദിന, ഔ ലി അബ്ദിന, അല്ലെങ്കിൽ അപ്പോൾ വല്ലമീറു ലി മാ അൻസൽന, മാ അൻസൽനയിലേക്കാണ്. ഔ ലി അബ്ദിന, അല്ലെങ്കിൽ അബ്ദിന എന്നതിലേക്കാണ്. അപ്പൊ എന്താ അർത്ഥം? നമ്മുടെ അടിമ പോലത്തവരിൽ നിന്നുള്ളതായ സൂറത്തിനെ, ഖുർആൻ പോലത്തതിൽ നിന്നുള്ള സൂറത്തിനെ കൊണ്ടുവരണം, അല്ലെങ്കിൽ നമ്മുടെ അടിമ പോലത്തവരിൽ നിന്നുള്ള സൂറത്തിനെ കൊണ്ടുവരണം. അപ്പോൾ മിൻ മിസ്ലിഹി എന്നുള്ളത് ഫഉത്തുനോട് മുത്തഅല്ലക്ക് അല്ല, ഫഉത്തു അല്ല അതിന്റെ മുത്തഅല്ലക്ക്, ലർഫ് മുസ്തഖറാവുമ്പോൾ. കാരണം ആ അർത്ഥം എങ്ങനെയാണല്ലോ, സിഫത്താണല്ലോ. മിൻ മിസ്ലിഹി, അടിമ പോലത്തവരിൽ നിന്ന് ഉള്ളതായ സാബിത്തായ സൂറത്തിനെ, അല്ലെങ്കിൽ ഖുർആൻ പോലത്തതിൽ നിന്നുള്ളതായ സൂറത്തിനെ. ഒന്നാം ഇഹ്തിമാൽ അനുസരിച്ച് ലമീർ ലി അബ്ദിന എന്നതിലേക്ക് മടക്കാൻ പറ്റൂല. അതാണ് ഇപ്പൊ പറഞ്ഞതിന്റെ ചുരുക്കം. അങ്ങനെയാണല്ലോ. ലർഫു ഐനി ഖൗലഹു മിൻ മിസ്ലിഹി മുത്തഅല്ലിഖും ബി ഫഉത്തു, മിൻ മിസ്ലിഹി ഫഉത്തുനോട് മുത്തഅല്ലിഖാകുമ്പോൾ, ബന്ധിച്ചതാകുമ്പോൾ
വല്ലമീറുലി അബ്ദിന എന്ന് പറഞ്ഞു. അവിടെ മാ അൻസൽനയിലേക്ക് എന്ന് പറഞ്ഞില്ല. സൂറത്തിന് സിഫത്താകുമ്പോൾ വല്ലമീറുലി മാ അൻസൽനയിലേക്കാണ് ലമീർ, അല്ലെങ്കിൽ അബ്ദിന എന്നതിലേക്കാണെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ചോദ്യം, ഫഇൻ ഖുൽത നീ ചോദിച്ചാൽ, ലിമ ലാ യജൂസു എന്തുകൊണ്ട് ജായിസാകുന്നില്ല, അലൽ അവ്വല് പ്രകാരം. അവ്വൽ എന്ന് പറഞ്ഞാൽ മിമ്മിസിലിഹിന്റെ മുത്തഅല്ലിക്ക് ആരാവുക, അതിന്റെ മുത്തഅല്ലിക്ക് ഫഉത്തു ആവുക. മുത്തഅല്ലിക്കും ബി ഫഉത്തു, അതിന്റെ മുത്തഅല്ലക്ക് ഫഉത്തു ആവുക. അതാണ് ഒന്നാമത്തെ അവലായ ഇഹ്തിമാല്, അതായത് ലർഫ് ലഘുവാകുമ്പോൾ. അതാണ് ചോദ്യം. ഫൈൻ ഖുൽത നീ ചോദിച്ചാൽ, ലിമ ലാ യജൂസു എന്തുകൊണ്ട് ജായിസാകുന്നില്ല, അലൽ അവ്വലി അവ്വൽ പ്രകാരം. അവ്വൽ പ്രകാരം എന്ന് പറഞ്ഞാൽ മിൻ മിസ്ലിഹി ഫഉത്തുനോട് ബന്ധിച്ചതാണ് ആ ഇഹ്തിമാല് പ്രകാരം, അതായത് സിഫത്തല്ല എന്ന ഇഹ്തിമാല് പ്രകാരം. എന്തുകൊണ്ട് ജായിസാകുന്നില്ല, യകൂനൽ ലമീറു മിൻ മിസ്ലിഹി എന്നതിന് ലമീർ ആവൽ എന്തുകൊണ്ട് ജായിസാകുന്നില്ല, ലിമാ അൻസൽന മാ അൻസൽന എന്നതിലേക്ക് ആവൽ എന്തുകൊണ്ട് ജായിസാകുന്നില്ല. അതായത് ഫഉത്തു നിങ്ങൾ കൊണ്ടുവരുവീൻ, മിൻ മിസ്ലിഹി ഖുർആൻ പോലത്തതിൽ നിന്ന് കൊണ്ടുവരുവീൻ എന്ന് വെക്കാൻ പറ്റൂല. ഖുർആൻ പോലത്തതിൽ നിന്ന് കൊണ്ടുവരുവീൻ എന്ന് പറയുമ്പോൾ ഖുർആൻ പോലത്തതുണ്ട്, അതിൽ നിന്ന് കൊണ്ടുവരാൻ സാധ്യമല്ല എന്നേ കിട്ടുള്ളൂ. ഖുർആനിന് മിസിലുണ്ട്, മിസില് സാബിത്താണ് എന്ന് വരും. അതുകൊണ്ടാണ് ഫഉത്തു എന്നതിനോട് ബന്ധിക്കുമ്പോൾ മിമ്മിസ്ലിഹിന്റെ മുത്തഅല്ലക്ക് ആരാകുമ്പോൾ ഫഉത്തു ആകുമ്പോൾ മിമ്മിസ്ലിഹി എന്നതിന്റെ ലമീർ മാ അൻസൽനയിലേക്ക് പറ്റൂല. അപ്പൊ മാ അൻസൽന പോലത്തതുണ്ട് എന്ന് വരും, പക്ഷെ അതിൽ നിന്ന് കൊണ്ടുവരാനാണ് സാധിക്കാത്തത് എന്നേ അർത്ഥം വരുള്ളൂ എന്നാണ്. അങ്ങനെ നീ ചോദിച്ചാൽ, ഫഇൻ ഖുൽത നീ ചോദിച്ചാൽ, ലിമ ലാ യജൂസു അലൽ അവ്വലി ഒന്നാമത്തെ ഇഹ്തിമാൽ പ്രകാരം എന്തുകൊണ്ട് ജായിസാകുന്നില്ല, അൻ യകൂനൽ ലമീറു മിൻ മിസ്ലിഹി എന്നതിലുള്ള ലമീർ ആവൽ എന്തുകൊണ്ട് ജായിസാകുന്നില്ല, ലിമാ അൻസൽന മാ അൻസൽന എന്നതിലേക്കാവൽ. ഖുൽതു ഞാൻ പറയാം, ലി അന്നഹു മിൻ മിസ്ലിഹി എന്നതിന് ലമീർ മാ അൻസൽന എന്നതിലേക്ക് ആവൽ, അതിലേക്ക് മടങ്ങൾ, യഖ്തലി ആ മടങ്ങൾ തേടും, സുബൂത്ത മിസിലിൽ ഖുർആനി ഖുർആനിന്റെ മിസിൽ സാബിത്താവലിനെ തേടും, ഫിൽ ബലാഗത്തിലും ഉലുവി തബക്കത്തി ദറജയുടെ ഉയർച്ചയിലും ബലാഗത്തിലും ഖുർആനിന്റെ മിസിൽ സാബിത്താണ് എന്ന് തേടും. കാരണം ഖുർആനിന്റെ മിസിലിൽ നിന്ന് കൊണ്ടുവരുവീൻ എന്നാണ് അർത്ഥം വെക്കുന്നത്. ഖുർആനിന്റെ മിസിലിൽ നിന്ന് കൊണ്ടുവരുക. അപ്പൊ ഖുർആനിന്റെ മിസിലുണ്ട്, പക്ഷെ അതിൽ നിന്ന് കൊണ്ടുവരാൻ നിങ്ങൾക്ക് സാധിക്കൂല എന്നേ അർത്ഥം വരുള്ളൂ. അതെങ്ങനെ അത് ഇഖ്തിലാവ് ചെയ്യുന്നത്? ഒന്നാമത്തെ ഇഹ്തിമാൽ പ്രകാരം മിമ്മിസ്ലിഹിന്റെ മുത്തഅല്ലക്ക് ഫഉത്തു ആകുമ്പോൾ ലമീർ മാ അൻസൽനയിലേക്ക് മടക്കുകയും ചെയ്യുമ്പോൾ ഖുർആനിന്റെ മിസിൽ സാബിത്താണ് എന്നതിനെ തേടുമെന്ന് പറഞ്ഞല്ലോ. അത് ബി ഷഹാദത്തിൽ ദൗഖി കലാമിന്റെ ബുലഗായിന്റെ കലാമിന്റെ അഭിരുചി എന്ന തെളിവുകൊണ്ട് അവരുടെ കലാമക്ക് അവരുപയോഗിക്കുന്നത് ഇന്ന സാധനത്തിൽ നിന്ന് നിങ്ങൾ കൊണ്ടുവരുവീൻ എന്ന് ഒരു ബലീഗ് പറഞ്ഞാൽ സാധനം അവിടെ ഉണ്ട് എന്നും അതിൽ നിന്ന് കൊണ്ടുവരാനുമാണ് കൽപ്പിക്കുന്നത്. ഇവിടെ തഅജീസായതുകൊണ്ട് കൊണ്ടുവരാൻ സാധ്യമല്ല. പാത്രത്തിൽ നിന്ന് കുറച്ച് വെള്ളം എടുക്കുക എന്ന് പറയുമ്പോൾ ആ പാത്രം അവിടെ ഉണ്ട് എന്ന് തന്നെയാണ് അതിൻ്റെ അർത്ഥം. ഇല്ലാത്ത പാത്രത്തിൽ നിന്ന് എന്നല്ല, പാത്രം അവിടെ ഉണ്ട് എന്ന് അവിടെ ഒരു ഇഹ്തിമാലുണ്ട്, അത് ഉണ്ടാവാം എന്ന് ചുരുക്കം. അപ്പൊ ഖുർആനിന്റെ മിസിൽ സാബിത്താണ് എന്ന് വരും. കാരണം ഇതിത്തഅജീസു അങ്ങനെ വെക്കുമ്പോൾ അജ്സിലാക്കൽ ഇന്നമായക്കൂനു ആ അജ്സിലാക്കലാകും അനിൽ മഅ്തിയി ബിഹി തൊട്ടാവും കൊണ്ടുവരാനേ സാധിക്കും. കൊണ്ടുവരില്ലതാ സൂറത്ത്
സൂറത്താണ് മുഅ്ജിസ് അൻഹു, മിസ്ൽ എന്തല്ല മുഅ്ജിസ് അൻഹു അല്ല. ഫകഅന്ന മിസ്ലൽ ഖുർആനി, അപ്പോൾ ഖുർആനിന്റെ മിസ്ലാകുന്നത് സാബിത്തായതുപോലെയാണ്. ലാക്കിന്നഹും, എങ്കിലും ആ മുഖാത്തബീങ്ങൾ അജസു, അവർ അജസിലായി അയ്യത്തു മിന്നു, ആ മിസ്ലിൽ നിന്ന് കൊണ്ടുവരലിനെ തൊട്ട് എന്നാകും ബി സൂറത്തിൽ സൂറത്തിന്. ബിഖിലാഫിമായിതാക്കാന, ആ ലർഫ് ആയാലുള്ളൊന്നിനെതിര് വസ്ഫല്ലി സൂറത്തിൻ, സൂറത്തിനിക്ക് വസ്ഫായാലുള്ളൊന്നിനെതിര്. വസ്ഫാകുമ്പോൾ എന്താവും? ലബീർ രണ്ടിലേക്കും മടക്കാലോ, മാ അൻസൽനയിലേക്കും മടക്കാം, അബ്ദിന എന്നതിലേക്കും മടക്കാം. അപ്പോൾ മാ അൻസൽന എന്നതുകൊണ്ട് നമ്മൾ മടക്കുമ്പോൾ ഫഅ്തു, നിങ്ങൾ കൊണ്ടുവരുക, ബി സൂറത്തിൻ മിൻ മിസ്ലിഹി, മിസ്ലിഹിലെ ലബീർ മാ അൻസൽന, അതായത് ഖുർആൻ പോലത്തതിൽ നിന്നുള്ള സൂറത്തിനെ കൊണ്ടുവരുവീൻ. പോലത്തത് മിസ്ലിയത്തെന്ന വസ്ഫുള്ള സൂറത്ത്. അപ്പോൾ ആ വസ്ഫുള്ള സൂറത്തില്ല, അതുകൊണ്ട് ഈ മിസ്ലിയത്തില്ലാത്തത് കൊണ്ടാണ് കൊണ്ടുവരാൻ സാധിക്കാത്തത് എന്നായി. ഫഇന്നൽ മുഅ്ജിസ അൻഹു ഹുവ സൂറത്തുൽ മൗസൂഫത്തു, മിസ്ലിയത്ത് കൊണ്ട് വസ്ഫ് പറയപ്പെട്ട സൂറത്താണ്. ഇപ്പൊ ഖുർആൻ പോലത്തതിൽ നിന്നുള്ള സൂറത്തിനെ കൊണ്ടുവരുവീൻ. പോലത്തതില്ല, അതുകൊണ്ട് കൊണ്ടുവരാനും കഴിയൂല എന്നാവും അർത്ഥം. ഒരു മൗസൂഫും സിഫത്തും ആകുമ്പോൾ ആ സിഫത്ത് ഈ മൗസൂഫിൽ ഉണ്ട് എന്നാണല്ലോ. അപ്പോ ഇന്ന വസുഫുള്ള സൂറത്തിനെ കൊണ്ടുവരുവീൻ എന്നാ. ആ വസുഫില്ല, അപ്പോൾ എന്തില്ല? സൂറത്തും ഇല്ല എന്നായി. അതിങ്ങനെ ഇത്തിബാർ ഇന്തിഫായിൽ വസുഫി, വസുഫിന്റെ ഇന്തിഫായിന് ഇത്തിബാർ ചെയ്യലുകൊണ്ട് മുഅ്ജിസ് അൻഹു. അപ്പോൾ മുഅ്ജിസ് അൻഹു അത് സൂറത്താണ്, മൗസൂഫത്തായ സൂറത്താണ്. എങ്ങനെ കേട്ടോ? ഇത്തിബാർ ഇന്തിഫായിൽ വസുഫി, വസ്ഫിന്റെ ഇന്തിഫായിന് ഇത്തിബാർ ചെയ്യലുകൊണ്ട് മുഅ്ജിസ് അൻഹു ആണ് ഖുർആൻ. അപ്പോൾ ഇവിടെ വേണ്ടത് എങ്ങനെയാണെന്നറിയോ? ഫഇന്നൽ മുഅ്ജിസ അൻഹു ബിഇത്തിബാർ ഇന്തിഫായിൽ വസ്ഫി, വസ്ഫിന്റെ ഇന്തിഫായിന് ഇത്തിബാർ ചെയ്യലുകൊണ്ടുള്ള മുഅ്ജിസ് അൻഹു ഹുവ സൂറത്തുൽ മൗസൂഫത്തു, മൗസൂഫ സൂറത്താണ് എന്നായി. ഈ വസ്ഫ് പറയപ്പെട്ട സൂറത്താണ് എന്നാവും അർത്ഥം. ബിഖിലാഫിമാ ഇദാ കാന ലർഫായാലുള്ളൊന്നിനെതിരെ വസ്ഫല്ലി സൂറത്തിൻ ഫഇന്നൽ മുഅ്ജിസ അൻഹു. ഈ ഇഹ്തിമാൽ അനുസരിച്ച് മുഅ്ജിസ് അൻഹു എന്താകും? രണ്ടാമത്തെ ഇഹ്തിമാല് സിഫത്താകുമ്പോൾ വസൂറത്തുൽ മൗസൂഫത്തു, വസ്ഫ് പറയപ്പെട്ട സൂറത്താണ്. അതെങ്ങനെ മുഅ്ജിസ് അൻഹു ആയി? ഫഇന്നൽ മുഅ്ജിസ് അൻഹു ആയ കാര്യം സൂറത്തുൽ മൗസൂഫത്തു, വസ്ഫ് പറയപ്പെട്ട സൂറത്താണ്. എങ്ങനെ വസ്ഫ് പറയപ്പെട്ട സൂറത്ത് എങ്ങനെ മുഅ്ജിസ് അൻഹു ആയി? അത് മുഅ്ജിസ് അൻഹു ആയത് ഇത്തിബാർ ഇന്തിഫായിൽ വസ്ഫി, വസ്ഫിന്റെ ഇന്തിഫായിനെ ഇത്തിബാർ ചെയ്തുകൊണ്ട് എന്നായി. അപ്പോൾ അവിടെ മറ്റൊരു ചോദ്യം, മിസിലിൽ നിന്ന് കൊണ്ടുവരുവീനെന്ന് ലഘുവാക്കിയാൽ തന്നെ, ലഘുവാക്കുമ്പോൾ തന്നെ മിസ്ലിഹിന്റെ ലമീർ ഖുർആനിലേക്ക് മടക്കാമല്ലോ. എന്നിട്ട് ഇങ്ങനെ അർത്ഥം വെച്ചാൽ പോരെ? ഫൗത്തു, നിങ്ങൾ കൊണ്ടുവരണം, മിസ്ലിഹി, ഖുർആൻ പോലത്തതിൽ നിന്ന് കൊണ്ടുവരണം. ഖുർആൻ പോലത്തതില്ല, അതുകൊണ്ട് കൊണ്ടുവരാനും സാധ്യമല്ല. അങ്ങനെ ഒരു ഇഹ്തിമാൽ അവിടെയും ഇല്ലേ എന്ന് ചോദിച്ചാൽ അതാണ് പറയുന്നത്. ഫൈൻ ഖുൽത, അപ്പോൾ നീ ചോദിച്ചാൽ ഫൽ യകുനി തഅജീസു, ഈ അജ്സിലാക്കലാവട്ടെ, ബിഇത്തിബാർ ഇന്തിഫായിൽ മഅ്തിയ്യ് മിൻഹുവിന്റെ ഇന്തിഫാനെ ഇത്തിബാർ ചെയ്യലുകൊണ്ടും ആ മുഅ്ജിസ് അൻഹു ആവാലോ. നേരത്തെ പറഞ്ഞതെന്താണ്? മിസ്ലിഹി സിഫത്താകുമ്പോൾ, മിസ്ലിഹി സൂറത്തിനക്ക് സിഫത്താകുമ്പോൾ ഫഇന്നൽ മുഅ്ജിസ് അൻഹു ഹുവ സൂറത്തുൽ മൗസൂഫത്തു, അത് ഈ വസ്ഫ് പറയപ്പെട്ട സൂറത്താണ്. അതെങ്ങനെ മുഅ്ജിസ് അൻഹു ആയത്? വസ്ഫില്ലാത്ത ഇത്തിബാറുണ്ട്, വസ്ഫില്ലാത്തത് കൊണ്ട്, മിസ്ലിയത്ത് ഖുർആന് മിസ്ലില്ലാത്തത് കൊണ്ട് സൂറത്ത് മുഅ്ജിസ് അൻഹു ആയി. അപ്പോൾ ചോദ്യം, എന്നാൽ മഅ്തിയ്യു ഇല്ലാത്തത് കൊണ്ട് സൂറത്ത് മുഅ്ജിസ് ആയിക്കൂടെ? മഅ്തിയ്യു ഖുർആന്റെ മിസ്ലിൽ നിന്ന് കൊണ്ടുവരണം.
എന്നർത്ഥം വെക്കുമ്പോൾ മിസിലിഹിന്റെ ലമീർ മാ അൻസലിനേക്ക് ആക്കുമ്പോൾ മിസിലെന്തായി മഅ്തിയി മിൻഹു ആയി. മഅ്തിയി മിൻഹു അതായത് മിസിലിൽ നിന്ന് കൊണ്ടുവരണം എന്നർത്ഥം വെക്കുമ്പോൾ ഈ അജ്സിലാക്കൽ എന്താവാം? മിസിലില്ലാത്തത് കൊണ്ടാവാമല്ലോ എന്ന് ചോദിച്ചാൽ അതാണ് ഫഇൻ ഖുൽതനി ചോദിച്ചാൽ ഫല്യകുൽ തൈജീസു എന്നാ തൈജീസാവട്ടെ അജ്സിലാക്കൽ ആവട്ടെ ബിഇത്തിബാർ ഇന്തിഫായിൽ മഅ്തിയി മിൻഹു മഅ്തിയി മിൻഹു ആയ ഖുർആൻ മഅ്തിയി മിൻഹു മിസില് മഅ്തിയി മിൻഹു മിസിലാണല്ലോ. മിൻ മിസിലിഹി ഖുർആനിന്റെ മിസിലിൽ നിന്ന് കൊണ്ടുവരുവീൻ. അപ്പൊ മിൻ മിസിലിഹി എന്ന് പറഞ്ഞാൽ മഅ്തിയി മിൻഹു ആയി. മിസില് മഅ്തിയി മിൻഹു ആയി. ആ മഅ്തിയി മിൻഹു ആയ മിസിലിന്റെ ഇന്തിഫാഇനെ ഇത്തിബാർ ചെയ്യലുകൊണ്ട് ആവാമല്ലോ ഈ അജ്സിലാക്കല്. അങ്ങനെ ചോദിച്ചാൽ ഖുൽതു ഞാൻ പറയാം അത് ഇഹ്തിമാലുൻ അഖ്ലിയുൻ, അതൊരു അഖ്ലിയായ ഇഹ്തിമാലാണ്. ലാ യസ്ബഖു ഇലൽ ഫഹ്മി, ആ ഇഹ്തിമാല് ഫഹ്മിലേക്ക് സ്ഥാപിക്കാവൂല. വലാ യൂജദു ലഹു മസാഹുൻ ഫി ഇത്തിബാറാത്തിൽ ബുലഗായി വസ്തിഇമാലാത്തിഹിം, ബുലഗായിന്റെ ഇബാറത്തുകളിലും, ഇത്തിബാറത്ത് എന്ന് പറഞ്ഞാൽ അവരുടെ ഇബാറത്തുകൾ, ബുലഗായിന്റെ ഇബാറത്തുകളിലും അവരുടെ ഇസ്തിമാലുകളിലും അതിനൊരു അനുവദനീയമായ കാര്യത്തെ എത്തിക്കപ്പെടൂല. ഒരു സാധനത്തിൽ നിന്ന് കൊണ്ടുവരുവീൻ എന്നൊരു ബലീഗ് പറഞ്ഞാൽ സാധനം ഇല്ല എന്ന് അവരുടെ കലാമിൽ തെളിവില്ല. ആ സാധനം ഉണ്ട് എന്ന് തന്നെയാണ് അവിടെ അർത്ഥം, അവരുടെ ഇസ്തിമാലിൽ നിന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ ഒരു കാര്യത്തിൽ നിന്ന് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞാൽ ആ കാര്യം ഉണ്ട് എന്ന് തന്നെയാണ്. അങ്ങനെ ഉള്ളോടത്താണ് അവർ ഉപയോഗിക്കുന്നത് ഈ കലാമുകളെ. ഫലഇത്തിദാദ ബിഹി, ആഖ്ലിയായ ഇഹ്തിമാലിനെ കണക്കിലെടുക്കുകയില്ല. വലി ബഅലിഹിം ഹുനാ കലാമുൻ തവീൽ, ഇവിടെ ചില ആൾക്കാർക്ക് ഒരു ദീർഘമായ കലാമുണ്ട്. ലാ ത്വാഇല തഹത്തുഹു, അതിന്റെ തഹത്തിൽ ഒരു ഫായിദയും ഇല്ല. ഫഇന്നൽ മുഅ്ജസ അൻഹു ഹുവ സൂറത്തുൽ മൗസൂഫത്തു ബിഇത്തിബാർ ഇന്തിഫാഇൽ വസ്ഫി എന്ന ഇബാറത്തിൽ ബിഇത്തിബാർ ഇന്തിഫാഇൽ വസ്ഫി എന്നതിൻ്റെ മുതഅല്ലഖ് അൽ മുഅ്ജസ അൻഹു എന്നതിനോടാണ്. അപ്പോൾ ഫഇന്നൽ മുഅ്ജസ അൻഹു, ഈ മിമ്മിസ്ലിഹി സൂറത്തിന് സിഫത്താകുമ്പോൾ മുഅ്ജസ് അൻഹുവായ കാര്യം, അസാധ്യമായ കാര്യം, കൊണ്ടുവരാൻ സാധിക്കാത്ത കാര്യം, ഉവ്വ സൂറത്തു, അത് സൂറത്താണ്. എങ്ങനത്തെ സൂറത്ത്? അൽ മൗസൂഫത്തു, വസ്ഫ് പറയപ്പെട്ട സൂറത്ത്. വസ്ഫ് പറയപ്പെട്ടത് എന്ന് പറഞ്ഞാൽ അടിമ പോലത്തവരിൽ നിന്ന് ഉള്ളതായ സൂറത്ത്, അല്ലെങ്കിൽ ഖുർആൻ പോലത്തതിൽ നിന്നുള്ള സൂറത്ത്, ഈ വസ്ഫുള്ള സൂറത്ത്. അതെങ്ങനെ മുഅ്ജസ് അൻഹു ആയത്? ബിഇത്തിബാർ ഇന്തിഫാഇൽ വസ്ഫി, വസ്ഫിൻ്റെ ഇന്തിഫാ, വസ്ഫിൻ്റെ ഇല്ലായ്മയെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ട് അജ്സിലാക്കപ്പെട്ടത് അത് സൂറത്താണ്. വസ്ഫിൻ്റെ ഇന്തിഫായിനെ ഇഅ്തിബാർ ചെയ്യലുകൊണ്ട് അസാധ്യമായ കാര്യം അത് സൂറത്താണ് എന്നർത്ഥം വെക്കണം. ഇന്നത്തെ പാഠത്തിൻ്റെ ആഖിർ ഭാഗത്താണ് അത് ഉള്ളത്. ഫൈൻ ഖുൽതനി ചോദിച്ചാൽ, അപ്പോൾ ഫൈനൽ മുഅ്ജസ അൻഹു, മുഅ്ജസ് അൻഹു ആയ കാര്യം, ആ മുഅ്ജസ് അൻഹു ആയ കാര്യം ഉവ്വ സൂറത്ത്, അത് സൂറത്താണ്. അൽ മൗസൂഫത്തു, വസ്ഫ് പറയപ്പെട്ട സൂറത്താണ്. ഖുർആൻ പോലത്തതിൽ നിന്ന് ഉള്ളതായ സൂറത്ത്, അല്ലെങ്കിൽ അടിമ പോലത്തവരിൽ നിന്ന് ഉള്ളതായ സൂറത്ത്. ബിഇത്തിബാർ ഇന്തിഫാഇൽ വസ്ഫി, വസ്ഫിൻ്റെ ഇല്ലായ്മയെ കണക്കിലെടുക്കലുകൊണ്ട് അജ്സിലാക്കപ്പെട്ടത് അത് സൂറത്താണ്. ഫൈൻ ഖുൽതനി ചോദിച്ചാൽ ഫല്യകുനി തഅ്ജീസു, അജ്സിലാക്കലാവട്ടെ ബിഇത്തിബാർ ഇന്തിഫാഇൽ മഅ്തിയി മിൻഹു, മഅ്തിയി മിൻഹുവിൻ്റെ ഇല്ലായ്മയെ ഇഅ്തിബാർ ചെയ്യൽ കൊണ്ടാവട്ടെ എന്ന് ചോദിച്ചാൽ ഞാൻ പറയും അത് അഖ്ലിയായ ഇഹ്തിമാലാണ്. അതായത് മിസിലിൽ നിന്ന് കൊണ്ടുവരിക എന്നർത്ഥം വെച്ചാൽ മിസിലിഹിൻ്റെ ലമീർ ഖുർആനിലേക്ക് ആയിക്കൂടെ? അപ്പോൾ മിസില് ഇല്ലാത്തത് കൊണ്ട് സൂറത്ത് കൊണ്ടുവരാൻ അസാധ്യമായി എന്ന് പറഞ്ഞുകൂടെ?
അത് ശരിയാവൂല, അത് അക്ലിയായ ഇഹ്തിമാലാണ്. അപ്പം മുഅ്ജസ് അന്നു ഈ തഅജീസ് വസ്ഫിൻ്റെ ഇന്തിഫായിനെ ഇത്തിബാർ ചെയ്യൽ കൊണ്ടിട്ടാണ്. അതായത് മിസിലില്ലാത്തത് കൊണ്ട്, അബുദിൻ്റെ മിസിലും ഇല്ല, പിന്നെ ഖുർആനിൻ്റെ മിസിലും ഇല്ല. അതുകൊണ്ട് സൂറത്ത് മുഅ്ജസ് അൻഹുവായി. അപ്പോഴാണ് ചോദ്യം എന്ത്? എന്നാൽ മിസിലില്ലാത്തത് കൊണ്ട് മിസിലിൽ നിന്ന് കൊണ്ടുവരിക എന്നർത്ഥം വെച്ചാലും മിസിലിൻ്റെ ഇന്തിഫായിനെ കണക്കിലെടുക്കലുകൊണ്ട് ആ തേജീസ് ആയിക്കൂടെ? അത് അക്ലിയായ ഇഹ്തിമാലാണ്. മുഖ്തസർ 170 പേജ് 227. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. نحمدك يا من شرح صدورنا لتلخيص البيان في إيضاح المعاني ونور قلوبنا بلوامع التبيان من مطالع المثاني ونصلي على نبيك محمد المؤيد دلائل إعجازه بأسرار البلاغة وعلى آله وصحابه المحرزين قصبات السبق في مضمار الفصاحة والبراءة والتسخير തസ്ഖീർ പോലെയും. അപ്പോൾ നേരത്തെ പറഞ്ഞത് വഖത്തുസ്തഅമലു സീഗത്തുൽ അംരി ലിഗൈരിഹി, അംറിന്റെ സീഗ അംർ അല്ലാത്തതിന് ഇസ്തിമാൽ ചെയ്യപ്പെടും എന്ന് പറഞ്ഞു. ഏതുപോലെ? കൽ ഇബാഹത്തി, ഇബാഹത്ത് പോലെ, വത്തഹ്ദീദി, തഹ്ദീദ് പോലെ, പിന്നെ തഹ്ദീദും കഴിഞ്ഞിട്ട് വത്തഅജീസി, തഅജീസ് പോലെയും, വത്തസ്ഖീരി, തസ്ഖീർ പോലെയും. അപ്പോൾ അംറിനെ തസ്ഖീറിൽ ഉപയോഗിക്കുക എന്നർത്ഥം. വത്തസ്ഖീരി എന്നുള്ളത് ഒരു ഖൗലനുസരിച്ച് തൊട്ടു മുമ്പുള്ള വത്തഅജീസി എന്നതിൻ്റെ മേൽ അത്ഫാവും. മറ്റൊരു ഖൗലനുസരിച്ച് ഒന്നാമത്തെ മഅ്തൂഫ് അലൈഹി ആയ കൽ ഇബാഹത്തി, അൽ ഇബാഹത്തി എന്നതിൻ്റെ മേൽ അത്ഫ്. വത്തസ്ഖീരി, തസ്ഖീർ പോലെയും. കോലം മാറ്റൽ. നഹ്വു കൂനു ഖിറദത്തൻ ഖാസിഈൻ, നിങ്ങൾ നിന്ദ്യന്മാരായ കുരങ്ങന്മാരാകുവീൻ എന്നാണ് ആയത്തുള്ളത്. അപ്പോൾ കൂനു ഖിറദത്തൻ എന്ന് പറഞ്ഞു. ഇത് അമ്രല്ല. കാരണം കുരങ്ങാവാൻ, അവരോട് കുരങ്ങുകൾ ആവാൻ കൽപ്പിക്കുക അല്ല. കാരണം അവരുടെ കുതിരത്തിൽപ്പെട്ടതല്ലല്ലോ കുരങ്ങാവല്. ഒരു കാര്യം കൽപ്പിക്കുമ്പോൾ അത് മഅ്മൂറിന് ആ കാര്യത്തിന് കുതിരത്ത് വേണം. കുരങ്ങാവൽ എന്നത് ഇവിടെ മുഖാത്തബീങ്ങൾക്ക് അല്ലെങ്കിൽ സാമിഈങ്ങൾക്ക് കുതിരത്തുള്ള കാര്യമല്ല. അതുകൊണ്ട് കുരങ്ങാകുവീൻ എന്നുള്ള അമ്രല്ല ഇവിടെ ഉള്ളത്. ഇവരെ കുരങ്ങുകൾ ആക്കലാണ് ഇവിടെ ഉള്ളത്. ആ കുരങ്ങാക്കലാണ് തഅജീസ് കേട്ടോ. അൽ ബഖറ സൂറത്തിലെ 65-ാമത്തെ ആയത്താണ്. വലഖദ് അലിംതുമുല്ലദീന ഇത്തദൂ മിൻകും ഫിസ്സബ്തി ഫഖുൽനാ ലഹും കൂനൂ ഖിറദത്തൻ ഖാസിഈൻ. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് നിങ്ങളിൽ നിന്നുള്ള സബത്ത് ദിവസം, ഫിസ്സബ്തി ശനിയാഴ്ച ദിവസത്തിൽ അതിക്രമം കാണിച്ചവരെ. അവർ അതിക്രമം കാണിച്ചപ്പോൾ നമ്മൾ അവരോട് പറഞ്ഞു, കൂനൂ നിങ്ങളാകുവീൻ ഖിറദത്തൻ ഖാസിഈൻ, നിന്ദ്യരായ കുരങ്ങന്മാരാകുവീൻ എന്ന് പറഞ്ഞതിന്റെ അർത്ഥം അവരെ അല്ലാഹു തആല കുരങ്ങുകൾ ആക്കുകയാണ് ചെയ്തത്. ആക്കുന്നതിന്റെ മുമ്പ് അവരെ കുരങ്ങാക്കുകയാണ് എന്ന് അറിയിക്കാൻ വേണ്ടി അമ്ര് ചെയ്തതാണ്. അപ്പോൾ ഇവിടെ അമ്രും തസ്ഖീറും തമ്മിലുള്ള അലാഖത്ത് എന്താണ്? ഇത് ഏത് മഖാമിലാണ് ഇത് ഉപയോഗിക്കുക? അതായത് കൽപ്പിക്കപ്പെട്ട ആളുകൾ കൽപ്പിക്കപ്പെടുന്ന കാര്യങ്ങൾക്ക് വിധേയരാകുന്ന ഘട്ടത്തിൽ, മഅ്മൂറ് ബിഹി ആയിത്തീരുന്ന ഘട്ടത്തിൽ, ആ മഖാമിലാണ്
ഇങ്ങനെ ഉപയോഗിക്കുക. മഅ്മൂരീങ്ങള് മഅ്മൂറ് ബിഹി ആയിത്തീരുക. ഇപ്പൊ കുരങ്ങാകുവാനാണല്ലോ കൽപ്പിച്ചത്. അപ്പോൾ ഈ മുഖാത്തബീങ്ങളായ മഅ്മൂരീങ്ങളായ ആളുകൾ എന്താകും? ഇവിടെ കുരങ്ങായിത്തീരും. ആ മക്കാമിലാണ് ഈ അംറിനെ തഅജീസിൽ അല തസ്ഹീറിൽ ഉപയോഗിക്കുന്നത്. ഇനി അലാക്കത്തെന്താണ്? അംറിനെ തസ്ഹീറിൽ ഉപയോഗിച്ചത്. അലാക്കത്ത് ഇവിടെ മഅ്മൂറ് ബിഹി ആയിത്തീരുന്ന ഘട്ടം, ആ ആയിത്തീരൽ കാരണമാണ് അംറ് ചെയ്തത്. അപ്പോൾ തസ്ഹീർ സബബും അംറ് മുസബ്ബബുമാണ്. മഅ്മൂറ് ബിഹി ആയിത്തീരും. അത് ആ കാരണം കൊണ്ടാണ് കുരങ്ങാകുവി എന്ന് അംറ് ചെയ്യാനുള്ള കാരണം. അപ്പോൾ അംറ് മുസബ്ബബും തസ്ഹീർ സബബും. മുസബ്ബബിനെ സബബിൽ ഇസ്തിമാൽ ചെയ്തു, മജാസ് മുർസലായിട്ട് എന്നർത്ഥം. പിന്നെ വൽ ഇഹാനത്തി നിസാരമാക്കൽ പോലെ അംറിന്റെ സീഗയെ ഇഹാനത്തിൽ ഇസ്തിമാൽ ചെയ്യുക. നഹ്വു കൂനൂ ഹിജാറത്തൻ ഔ ഹദീദൻ, നിങ്ങൾ കല്ലാകുവീൻ അല്ലെങ്കിൽ ഇരുമ്പാകുവീൻ. അത് ഏത് മക്കാമിലാണ്? മഅ്മൂരീങ്ങൾ മുഖാത്തബീങ്ങളെ നിസ്സാരമാക്കുന്ന സമയത്ത് മക്കാമിൽ. മുഖാത്തബീങ്ങളെ ഇവരെന്താണ്? നിസ്സാരമാക്കുകയാണ്. അങ്ങനെയുള്ള മക്കാമിലാണ് അംറിനെ ഇഹാനത്തിൽ ഉപയോഗിക്കുക. അപ്പോൾ ഇഹാനത്തും അംറും തമ്മിലുള്ള അലാക്കത്തെന്താണ്? അംറിന്റെ സീഗയെ ഇഹാനത്തിൽ ഉപയോഗിക്കണമല്ലോ. അംറ് എന്ന് പറഞ്ഞാൽ തലബുൽ ഫിഇല് ഇസ്തിഇലാഅൻ ആണ് അംറ്. ആ തലബുൽ ഫിഇല് ഇസ്തിഇലാഅൻ തലബുൽ ഫിഇലിനുള്ള സീഗയെ ഇഹാനത്തിന് ഉപയോഗിക്കണമെങ്കിൽ അലാക്കത്ത് വേണം. ആ അലാക്കത്ത് ഇത് ഉപയോഗിക്കുന്ന മക്കാമ് മുഖാത്തബീങ്ങളെ നിസ്സാരമാക്കുന്ന സമയത്ത് മക്കാമില്. അലാക്കത്തെന്താണ്? ഒരു നിസ്സാരമായ കാര്യം കൊണ്ട് ഒരാളെ നിസ്സാരമാക്കൽ, ആ നിസ്സാരമാക്കൽ സബബാണ് നിസ്സാരമായ കാര്യം കൊണ്ട് അംറ് ചെയ്യൽ. അപ്പോൾ ഇഹാനത്ത് സബബും അംറ് മുസബ്ബബും ആണ്, നേരത്തെ പറഞ്ഞതുപോലെ തന്നെ. പിന്നെ ഇത് ലൈസൽ ഖറളു ഖറളല്ല, ലക്ഷ്യമല്ല. അൻ യുത്ലബ മിൻഹും, ഈ മുഖാത്തബീങ്ങളിൽ നിന്ന് ആവശ്യപ്പെടൽ അല്ല. എന്ത്? കൗനുഹും കിറദത്തൻ, അവര് കിറദത്താവലിന് ആവശ്യപ്പെടലല്ല. അത് തസ്ഹീറിന്റെ ഭാഗത്തേക്ക്. ഔ ഹിജാറത്തൻ, കല്ലാകലും ആവശ്യപ്പെടലല്ല. അത് ഇഹാനത്തിന്റെ അവിടെ. ഇഹാനത്ത് അങ്ങനെ ഉദാഹരണം കാണിച്ചത് അതാണല്ലോ. നെഹ്വു കൂനു കിറദത്തൻ കൂനു ഹിജാറത്തൻ ഔ ഹദീദൻ. അപ്പോൾ ഇവിടെ ഈ കലാമ കൊണ്ടുള്ള ആവശ്യം, അള്ളാഹുവിന്റെ കലാമ്, നിങ്ങൾ കുരങ്ങന്മാരാകുവീൻ എന്ന കലാമ കൊണ്ടുള്ള കുറവ് എന്തല്ല? അവരോട് കുരങ്ങാവാൻ ആവശ്യപ്പെടലല്ല. അതുപോലെ തന്നെ കൂനു ഹിജാറത്തൻ ഔ ഹദീദൻ എന്ന് പറഞ്ഞത് അവരോട് കല്ലാവലോ ഇരുമ്പാവലോ ആവശ്യപ്പെടലല്ല. കാനല്ലി അതിമി കുദറത്തിഹിം വലാദാലിക്ക, അതിന് അവർക്ക് കുദറത്തില്ലാത്തതിന് വേണ്ടി. രണ്ട് സ്ഥലത്തും അവരോട് ഉറലെന്താണ്? തലബല്ല. അപ്പോൾ തലബുൽ ഫീല് ഇസ്തിഇലാഅൻ ഈ രണ്ട് സ്ഥലത്തും ലക്ഷ്യമല്ല എന്ന് മനസ്സിലായി. പക്ഷെ ഒന്നാമത്തോടത്തെന്താണ്? തസ്ഹീറാണ്. രണ്ടാമത്തെ സ്ഥലത്ത് ഇഹാനത്താണ്. തസ്ഹീറിന്റെ അവിടെ എന്താവും? ഈ മഅ്മൂറ് ബിഹി ആയിത്തീരും. ഇഹാനത്തിന്റെ അവിടെ മഅ്മൂറ് ബിഹി ആയിത്തീരുന്നില്ല. എങ്കിലും മഅ്മൂറിനെ
നിസ്സാരമായ കാര്യം കൊണ്ട് കൽപ്പിക്കൽ ഉള്ളത് കൊണ്ട് മഅ്മൂനീങ്ങളെ നിസ്സാരമാക്കൽ അവിടെ ഉണ്ട്. അതാണ് കാരണം ലിഅദമി ഖുദ്റത്തിഹിം അലാ ദാലിക എന്ന് പറഞ്ഞു. വലാകിൻ ഫി തസ്ഖീരി, എങ്കിലും തസ്ഖീറിൽ യഹ്സുലുൽ ഫിഇലു ഉണ്ടായിത്തീരും. ഏത് ഫീല്? ഈ കുരങ്ങാവൽ, നിങ്ങൾ കുരങ്ങാകുവീൻ എന്നാണ് പറഞ്ഞത്. അപ്പൊ കുരങ്ങാവലാണ് ഇവിടെ ഫീല്. കുരങ്ങാവൽ കൊണ്ടുള്ള കൽപ്പനയാണല്ലോ. ആ ഫീൽ ഇവിടെ ഹാസിലായിത്തീരും. ഐനി സൈറൂറത്തഹും കിറദത്തൻ, അവര് കുരങ്ങാവലിനെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഫീലെന്താ? അവര് കുരങ്ങാവൽ, അവര് കുരങ്ങാവലാണ് ഇവിടെ ഫീല്. അതിവിടെ ഉണ്ടായിത്തീരും. എവിടെ? തസ്ഖീറില്. കാരണം അവരെ കുരങ്ങാക്കുന്ന മക്കാമാണല്ലോ. ഒഫിൽ ഇഹാനത്തി, ഇഹാനത്തിന് ലാ യഹ്സുലു, ഫീല് ഹാസിലാവൂല. അവര് കല്ലോ ഇരുമ്പോ ആവൂല. ഇതിൽ മഖ്സൂദു, ഇവിടെ ഇഹാനത്തിനാലുള്ള മഖ്സൂദ് ഖില്ലത്തുൽ മുബാലാത്തി മിന്നും, അവരെ കണക്കിലെടുക്കലിന്റെ ഖില്ലത്താണ്. അവരെ ഖില്ലത്തുൽ മുബാലാത്താണ് അവിടുത്തെ മഖ്സൂദ്. അവരെ എന്താക്കി തീർക്കലല്ല, ഈ മഅ്മൂർ ബിഹായ കാര്യത്തെ അവരിൽ അടിച്ചേൽപ്പിക്കൽ അല്ല, അവരെ നിസാരമാക്കലാണ്. ഖില്ലത്തുൽ മുബാലാത്ത്, അവരെ കണക്കിലെടുക്കലിന്റെ കുറവ്. ഇനി തസ്വിയത്ത് പോലെയും, അത് മറ്റൊന്നാണ്. നഹ്വു ഇസ്ബിറു ഔ ലാ തസ്ബിറു, നിങ്ങൾ സഹിക്കുക അല്ലെങ്കിൽ സഹിക്കാതിരിക്കുക എന്ന അത്തൂർ സൂറത്തിലെ 16-ാമത്തെ ആയത്തിൽ ഇതുണ്ട്. ഇസ്ലൗഹ ഫസ്ബിറു ഔ ലാ തസ്ബിറു സവാഉൻ അലൈക്കും, നിങ്ങൾ ആ നരകത്തിൽ കടന്നിട്ട് എരിയുവീൻ, എന്നിട്ട് നിങ്ങൾ ക്ഷമിക്കുകയോ ക്ഷമിക്കാതിരിക്കുകയോ ചെയ്യുവീൻ, സവാഉൻ അലൈക്കും, രണ്ടും സമമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്തു? രണ്ടും സമമായ മക്കാമിലാണ് ഇത് ഉപയോഗിക്കുക, ഇസ്തിമാൽ തസ്വിയത്തിന്. അപ്പോൾ ഒന്നൊന്നിനേക്കാൾ റാജിഹാണെന്ന്, രണ്ടും സമം. അതെ, തസ്വിയത്തിന് ഉപയോഗിക്കുന്നത് ഏത് മക്കാമിലാണ്? രണ്ട് കാര്യം ഉണ്ടാകും ഇവിടെ. ഈ രണ്ട് കാര്യത്തിൽ ഒന്നിനേക്കാൾ നല്ലതാണ് എന്ന് മുഖാത്തബ് മനസ്സിലാക്കിയതായ മക്കാമിൽ, ആ മക്കാമിലാണ് അംറിന്റെ സീഗയെ തസ്വിയത്തിൽ ഉപയോഗിക്കുന്നത്. തസ്വിയത്തിൽ രണ്ട് കാര്യം ഉണ്ടാകും. ഈ രണ്ട് കാര്യത്തിൽ നിന്ന് ഒന്നിനേക്കാൾ അഫ്ളലാണെന്ന് മുഖാത്തബ് മനസ്സിലാക്കിയതായ മക്കാമിൽ, നീ മനസ്സിലാക്കിയതുപോലെ ഒന്നൊന്നിനേക്കാൾ അഫ്ളലല്ല, ഒന്നൊന്നിനേക്കാൾ എന്ന് പറഞ്ഞല്ലോ. ഇസ്ലാനി ധനവാനാനി ഞാനാനഫ്ളലു, ഒന്നൊന്നിനേക്കാൾ ഒന്നിലായഫ്ളുലു. അപ്പോൾ ഒന്നൊന്നിനേക്കാൾ അഫ്ളലാണെന്ന് മനസ്സിലാക്കിയതായ സ്ഥലത്ത് അത് ശരിയല്ല എന്നറിയിക്കാൻ വേണ്ടിയിട്ടാണ് അംറിന്റെ സീഗയെ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ തസ്വിയത്തിൽ അംറിന്റെ സീഗയെ ഉപയോഗിക്കാനുള്ള മാനദണ്ഡം, അതിനുള്ള അലാക്കത്ത് എന്താണ്? ഇവിടെ ഇസ്ബിറു ഔ ലാ തസ്ബിറു, ക്ഷമിക്കൽ ക്ഷമിക്കാതിരിക്കൽ, ഒന്നൊന്നിന്റെ തലാദാണ്. തലാദ് അലാക്കത്തുണ്ടായാൽ മതി. ഫിഇല് തെർക്ക്, ക്ഷമിക്കൽ ഫിഇല്, ക്ഷമിക്കാതിരിക്കൽ തെർക്ക്. ഫിഇല് തെർക്കിന്റെ തലാദാണ്, തെർക്ക് ഫിഇലിന്റെയും തലാദാണ്. അതാണ് ഇവിടുത്തെ അലാക്കത്ത്. പിന്നെ അപ്പോൾ ഇവിടെ ഇബാഹത്തും തസ്വിയത്തും തമ്മിൽ എന്താ വ്യത്യാസം? തുടക്കത്തിൽ പറഞ്ഞത് ഇബാഹത്താണല്ലോ. ജാലിസിൽ ഹസന അബിബിന സീരീന, ഹസൻ മുസ്ലിയാരടുത്തിരുന്നോ, ഹസൻ ബസരി തങ്ങളുടെ അടുക്കലിരുന്നോ, അല്ലെങ്കിൽ ഇബ്നു സീരീനന്റെ അടുക്കലിരുന്നോ? ഇവിടെയോ നീ ക്ഷമിക്കുക അല്ലെങ്കിൽ ക്ഷമിക്കാതിരിക്കുക.
ഇതും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഫഫിൽ ഇബാഹത്തി, ഇബാഹത്തില് അന്നൽ മുഖാത്തബാകുന്നത് തവഹമ ഊഹിച്ചതുപോലെ. എന്ത്? അന്നൽ ഫിഇല, നമ്മളെ കിതാബില് അന്നൽ ഫസില എന്നൊക്കെ ഉള്ളത്, കയ്യിലുള്ള കിതാബില്. ഫഫിൽ ഇബാഹത്ത്, ഇബാഹത്തിലേക്ക് അന്നൽ മുഖാത്തബ് തവഹമ ഊഹിച്ചതുപോലെ. എന്ത്? അന്നൽ ഫിഇല എന്നാണ് അവിടെ വേണ്ടത്. ഇവിടെ കിതാബിലും ഫസിൽ എന്നാണ്. അന്നൽ ഫിഇല, ഫിഇല് മഹ്ദൂറുൻ അലൈഹി, അവന്റെ മേൽ വിലക്കപ്പെട്ട കാര്യമാണ് എന്ന് ഊഹിച്ചതുപോലെ. ഫഉദിന ലഹു, അപ്പോൾ മുഖാത്തബിന് സമ്മതം കൊടുത്തു. ഫിൽ ഫീലിൽ സമ്മതം കൊടുത്തു. മഅ അദമിൽ ജർഹി, കുറ്റം ഇല്ല. ഫി തെർക്കിൽ കുറ്റമില്ലാതിരിക്കലോടുകൂടെ. തെർക്കിൽ കുറ്റമില്ല എന്നാണ്. ജാലിസുൽ ഹസന അവിബിന് സീരീന, ഹസൻ ബസ്രി തങ്ങളുടെ അടുക്കൽ ഇരുന്നോ അല്ലെങ്കിൽ ഇബ്നു സീരീന എന്നവരുടെ അടുക്കൽ ഇരുന്നോ? രണ്ടാളുടെ അടുക്കലും ഇരിക്കൽ മഹ്ദൂറാണെന്ന് ഊഹിച്ചവൻ, മുഖാത്തബ് ഊഹിച്ചുകൊടുത്താണ് ഇബാഹത്തിന് അംറിന് സീഗ വരാന്ന് മുമ്പ് പറഞ്ഞു പോയിട്ടുണ്ട്. അപ്പോൾ ഫീല് മഹ്ദൂർ അലൈഹി മഹ്ദൂറാണെന്ന് മുഖാത്തബ് മനസ്സിലാക്കി കൊടുത്താണ് അംറിന്റെ സീഗ ഇബാഹത്തിന് ഉപയോഗിക്കുകയുള്ളൂ. അപ്പോൾ നീ വിചാരിച്ച പോലെ മഹ്ദൂറല്ല, അത് ജായിസാണ്, ഹലാലാണ്, മുബാഹാണെന്ന് അറിയിക്കാൻ. ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല, ചെയ്യാം. അതാണ് ഇബാഹത്തിലുള്ള മാനദണ്ഡം. അതാണ് പറഞ്ഞത്. ഫഫിൽ ഇബാഹത്തി, ഇബാഹത്തിൽ കഅന്നൽ മുഖാത്തബാകുന്നത് തവഹമ ഊഹിച്ചതുപോലെ. എന്ത്? അന്നൽ ഫീല മഹ്ദൂറുൻ അലൈഹി, ഫീല് അവന്റെ മേൽ മഹ്ദൂറാണ് എന്ന് ഊഹിച്ചതുപോലെ. ഇപ്പോ നമ്മൾ പറഞ്ഞ ഉദാഹരണത്തില് ഹസൻ ബസരി തങ്ങളുടെ അടുക്കലും ഇബ്നു സീരീന തങ്ങളുടെ അടുക്കലും രണ്ടാളുടെ അടുക്കലും കൂടി ഇരിക്കൽ പാടില്ല എന്ന് മനസ്സിലാക്കിയവനോട് അത് ശരിയല്ല, രണ്ടാളുടെ അടുക്കലും ഇരിക്കാം, ഓരോരുത്തരുടെ അടുക്കലും ഇരിക്കാം, രണ്ടാളുടെ അടുക്കലും ഇരിക്കാതിരിക്കുകയും ചെയ്യാം. ഫഉദിന ലഹു, അങ്ങനെ മുഖാത്തബിന് സമ്മതം നൽകപ്പെട്ടു. ഫിൽ ഫിഇലിൽ മഅ അദമിൽ ജർഹി ഫി തർക്കി, ആ ഫിഇലിനെ തെർക്ക് ചെയ്യുന്നതിൽ കുറ്റം ഇല്ലാതിരിക്കലോടുകൂടെ. വഫി തസ്വിയത്തിൽ കഅന്നഹു മുഖാത്തബാകുന്നത് തവഹമ ഊഹിച്ചതുപോലെ. എന്ത്? അന്ന അഹദ തർഫൈനി, രണ്ടു തർഫിൽ നിന്ന് ഒന്ന്. ആ രണ്ട് തർഫെന്താ? മിനൽ ഫിഇലി വത്തർക്ക്, ഫിഇലിനാലും തെർക്കിനാലും. അപ്പൊ രണ്ടാലൊന്ന് അൻഫഉ ലഹു, അവനിക്ക് കൂടുതൽ ഉപകാരം ചെയ്യുന്നതാണ്. വ അർജഹു, കൂടുതൽ നല്ലതുമാണ്. ബിൻ നിസ്ബത്തി ഇലൈഹി, അവനിലേക്ക്, ആരിലേക്ക് ചേർത്ത് നോക്കി? ബിൻ നിസ്ബത്തി ഇലൈഹി, ഈ മുഖാത്തബിലേക്ക് ചേർത്ത് നോക്കിയിട്ട് രണ്ടിൽ നിന്ന് ഒന്ന് അൻഫഉം അർജഹുമാണ് എന്ന് ഊഹിച്ചതുപോലെ. ഫറുഫിഅ ദാലിക, അപ്പൊ ആ ഊഹത്തെ ഉയർത്തപ്പെട്ടു. വസുവ്വിയ ബൈനഹുമാ, രണ്ടാളുടെ ഇടയിൽ സമമാക്കി. അതാണ് ഇബാഹത്തും തസ്വിയത്തും തമ്മിലുള്ള ഫർക്ക്. തസ്വിയത്തില് രണ്ട് തൊറഫുണ്ടാകും. അത് ഒന്ന് കൂടുതൽ അൻഫഉം അർജഹുമാണെന്ന് മുഖാത്തബ് മനസ്സിലാക്കിയ സ്ഥലത്താണ് തസ്വിയത്തിന് വേണ്ടി അംറിനെ ഉപയോഗിക്കുന്നത്. മറ്റത് ഫീല് മഹ്ദൂറാണെന്ന് മനസ്സിലാക്കി കൊടുത്ത്. ഉദാഹരണം നോക്കുമ്പോൾ രണ്ടിന്റെ ഉദാഹരണം ഒരുപോലെ തോന്നും. ഇനി തമന്നി പോലെയും. അപ്പൊ തസ്വിയത്തിന് ഇവിടെ ഉപയോഗിക്കാനുള്ള കാരണം എന്താണ്? അലാക്കത്ത് വേണമല്ലോ ഇവിടെ. അത് തലാത്താണെന്ന് പറഞ്ഞു അല്ലെ? ഫീല് തെർക്കിന്റെ തലാദ്, തെർക്ക് ഫീലിന്റെയും തലാദാണ്. അതാണ് അലാക്കത്ത്. പിന്നെ തമന്നി പോലെയും.
തമന്നി പോലെയും. എന്താ തമന്നി? വത്തമന്നി തമന്നി പോലെയും. ഐ തുസ്തഅമലു അല്ല എന്താണ്? നഹ്വു ശിഉറുൻ എന്താണ്? അലാ അയ്യുഹൽ ലൈലു തവീലു അലഞ്ചലി ബിസുബ്ഹിൻ വമൽ ഇസ്ബാഹു മിൻകാ ബി അംസലി എന്ന് പറയും പോലെ. അലാ അറിയണേ, അയ്യുഹൽ ലൈലു രാത്രിയെ, അത്തവീലു ദീർഘമായ രാത്രി, അലാ അറിയണം, ഇഞ്ചലി നീ വെളിവാക്, ബിസുബ്ഹിൻ പ്രഭാതം കൊണ്ട് വെളിവാക്, ഒമൽ ഇസ്ബാഹു മിൻക നിന്നിൽ നിന്നുള്ള നേരം പുലരൽ അല്ല, ബി അംസല അത്ര നല്ലതൊന്നും അല്ല. നീ നേരം വെളുത്തതുകൊണ്ട് വലിയ പോരിശൊന്നും ഇല്ല, എങ്കിലും നീ എന്താക്, ഒന്ന് നേരം വെളുക്ക് എന്ന് ഷാഇർ ഇവിടെ പറയുകയാണ്. അവിടെ എന്താണ്? ഇഞ്ചലി എന്ന് പറഞ്ഞോടത്താണ് കണക്ക്. ഇഞ്ചലി നീ വെളിവാക്, അലഞ്ചലി നീ വെളിവാക് കേട്ടോ. അപ്പോൾ ഇവിടെ ലക്ഷ്യം ഇവിടെ പറയുന്നുണ്ട്, ഇത് ലൈസൽ ഖറളു ഖറള് അല്ല, ത്വലബൽ ഇൻജിലാഇ മിനൽ ലൈലി രാത്രിയിൽ നിന്ന് ഇൻജിലാഇനെ തേടലല്ല. രാത്രിയോടാണല്ലോ പറയുന്നത്. അയ്യുഹൽ ലൈലു അല്ലയോ രാത്രിയെ, അത്തവീലു ദീർഘമായ രാത്രി, അലാ അറിയടെ ഇഞ്ചലി രാത്രി നീ വെളിവാക്. അപ്പൊ രാത്രിയിൽ നിന്ന് നേരം പുലരലിനെ തേടലല്ല. ഇത് ലൈസദാലിക്ക ആ ഇഞ്ചില അല്ല, ഫീ ഉസിഇഹി ഈ ലൈലിന്റെ ഉസിഇൽപ്പെട്ടതല്ല. നേരം വെളുപ്പിക്കാൻ രാത്രിക്ക് സാധിക്കൂല. ലാക്കിന്നഹു എങ്കിലും ഷാഇർ യത്തമന്നാദാലിക്ക ആ ഇഞ്ചിലായിനെ കൊതിക്കുന്നു, ആഗ്രഹിക്കല്ല കൊതിക്കുന്നു. എന്തിനു വേണ്ടിയാ കൊതിക്കുന്നത്? തഖല്ലുസൻ രക്ഷപ്പെടാൻ വേണ്ടി. അമ്മ ഒന്നിനെ തൊട്ട് അറള ആ ഒന്ന് വന്നു ചേർന്നിട്ടുണ്ട്. ലഹു ആർക്ക് വന്നു ചേർന്നിട്ടുണ്ട്? ഈ ഷായിറിന് ഫില്ലൈലി രാത്രിയിൽ. അതെന്തിനാലാണ് ഷായിറിന് രാത്രിയിൽ വന്നു ചേർന്നത്? ഇമ്രുൽ കൈസാണ് ആള്. മിൻ തബാരീഹിൽ ജവ അതെ ഇഷ്കിന്റെ എന്തിനാല് വിപത്തുകളാൽ കാഠിന്യങ്ങളാൽ എന്നാ പറഞ്ഞത്. വലിസ്തിത്താലത്തിഹി ഷായിർ ദീർഘമായി കണ്ടതിനു വേണ്ടി തിൽക്കൽ ലൈലത്ത ഈ രാത്രിയെ കന്നഹു ഷായിർ ആയതുപോലെ ലാ തമാഇയ്യത്തലഹു ഷായിറിനുക്ക് പ്രതീക്ഷയില്ലാത്തതുപോലെ ഫിഞ്ചിലാഇഹ കേട്ടോ. ആ രാത്രിയുടെ ഇഞ്ചിലായിൽ അതിന്റെ നേരം പുലരലിൽ അദ്ദേഹത്തിനക്ക് പ്രതീക്ഷയില്ലാത്തതുപോലെ. പ്രതീക്ഷയില്ലാത്തതിനാണല്ലോ തമന്നി ഉണ്ടാകുന്നത്. ഫലിഹാദ അതുകൊണ്ട് തന്നെ ഇഞ്ചിലായിൽ തമാഇയ്യത്ത് ഇല്ലാത്തതിനു വേണ്ടി യുഹ്മലു ഈ ഇഞ്ചലി എന്ന അമ്രിന്റെ സിഗയെ ഹംദ് ചെയ്യപ്പെടും. അലത്തമന്നി തമന്നിയുടെ മേൽ ഹംദ് ചെയ്യപ്പെടും. ദൂന തർജിയെ കൂടാതെ. അതാണ്. അപ്പോൾ ഇവിടെ തമന്നിക്ക് അമ്രിന്റെ സിഗ വന്നു. അതാണ്. അപ്പൊ ഏത് മക്കാമിലാണ് ഇത് ഉപയോഗിക്കുക? ഇപ്പൊ ഇഞ്ചലി വെളിവാകുക എന്ന് പറഞ്ഞല്ലേ രാത്രിയോട്. ഈ മഅ്മൂർ ബിഹിയായ കാര്യം മുത്തക്കല്ലിമിന്റെ മുത്തമന്നയാകുമ്പോൾ, അത് കൊതിക്കപ്പെട്ടതാകുമ്പോൾ, അത് ആശിക്കപ്പെട്ടതാകുമ്പോൾ, ആ മക്കാമിലാണ് എന്ത്
തമന്നിക്ക് വേണ്ടി അമ്രിന്റെ സീഗയെ ഉപയോഗിക്കുന്നത്. ഇനി അലാക്കത്ത്. അലാക്കത്ത് എന്താണ്? മുംകിനല്ലാത്ത, അതെ, ഒരു കാര്യത്തിനോട് കൊതി ഉണ്ടെങ്കിൽ ആ കൊതി സബബാണെന്ത്? ആ കാര്യത്തിന് ആവശ്യപ്പെടൽ, അതിനെ തലബ് ചെയ്യൽ. അപ്പം മുസബബിനെ സബബിൽ ഇസ്തിമാല് ചെയ്തു, അത്രേ ഉള്ളൂ അവിടെ കേട്ടോ. പിന്നെ ഇനി പോലെ തലബി അലാ സബീലി തളർറുഇ, തളർറുഇന്റെ വഴിയിലൂടെ ആവശ്യപ്പെടൽ, വിനയത്തോടുകൂടെ ഒരു കാര്യം ആവശ്യപ്പെടൽ, അതിനാണ് ദുആ. അപ്പൊ ഇസ്തിഇലാൻ തലബുൽ ഫിഇലാണ് അമ്ർ. ആ ഇസ്തിഇലാന്റെ സ്ഥാനത്ത് തളർറു കൊടുത്താൽ ദുആ ആയി. അയ്യത്തലബി അലാ സബീലി തളർറുഇ, തളർറുഇന്റെ സബീലിൽ ആവശ്യപ്പെടാം. നഹ്വു റബ്ബി ഗ്ഫിർലി, പുറത്തു തരണേ റബ്ബേ. വൽ ഇൽത്തിമാസി, ഇൽത്തിമാസ് പോലെയും, കൗലിക്ക, നിന്റെ വാക്കുപോലെ, ലിമൻ ഒരാളോട്, യുസാബിക്ക അവൻ നിന്നോട് സമമാകും റുതുബത്തൻ സ്ഥാനത്തിൽ, ഇഫ്അൽ നീ ചെയ്യ് എന്ന് പറയുക. ബിദൂനിൽ ഇസ്തിഇലായി വത്തളർറുഇ, ഇസ്തിഇലാവും തളർറുഉം കൂടാതെ പറയണം. ഇസ്തിഇലാവും തളർറുഉം കൂടാതെ പറയണം. ഇസ്തിഇലാ ഉണ്ടായാൽ അംറാകും, തളർറു ഉണ്ടായാൽ ദുആവുമാകും. അപ്പൊ ഇസ്തിഇലാവും തളർറുവും ഇല്ലാതെ മുസാവിയായ ഒരാളോട് പറഞ്ഞാൽ കേട്ടോ, ആള് നിന്നോട് മുസാവിയാണ്, ആ മുസാവിയായ ആളോട് ഇഫ്അൽ എന്ന് പറഞ്ഞു. ആ പറയുന്ന സമയത്ത് ഇസ്തിഇലാഹും ലക്ഷ്യം ഉണ്ടാവരുത്, തളർറുഉം ലക്ഷ്യം ഉണ്ടാവരുത്. അപ്പോഴാണ് ഇൽത്തിമാസിന് വരുന്നത്. മുസാവിയോട് അംറ് ചെയ്യൽ, അതാണ് ഇൽത്തിമാസ്. ഫഇൻ ഖീല, അപ്പോൾ ചോദിക്കപ്പെട്ടാൽ, അയ്യുഹാജത്തിൻ എന്തൊരു ആവശ്യമാണ്, ഇലാ ഖൗലിഹി മുസന്നിഫിന്റെ കൗലിലേക്ക്, ബിദൂനിൽ ഇസ്തിഇലായി ഇസ്തിഇലാഹിനെ കൂടാതെ എന്ന് എന്തിനു പറഞ്ഞു? ബിദൂനിൽ ഇസ്തിഇലായി എന്ന് മത്തനാണല്ലോ. മഅ ഖൗലിഹി മുസന്നിഫിന്റെ കൗലോടൊപ്പം, ലിമൻ യുസാബീക നിന്നോട് സമമായവനോട് എന്ന് പറഞ്ഞല്ലോ. സമമായവനോട് എന്ന് പറഞ്ഞാൽ എന്തിനാണ് ബിദൂനിൽ ഇസ്തിഇലായി എന്ന കൗല് കൊടുത്തത് എന്ന് നീ ചോദിച്ചാൽ, എന്ന് ചോദിക്കപ്പെട്ടാൽ, കൊടുത്തു ഞാൻ പറയാം, ഖദ് സബക്ക മുൻകഴിഞ്ഞു പോയിട്ടുണ്ട്, മുൻകടന്നിട്ടുണ്ട്. എന്ത്? അന്നൽ ഇസ്തിഇലാ, ഇസ്തിഇലാ ലാ യസ്തൽസിമുൽ ഉലുവ, ഉലുവിനെ ലാസിമാക്കുകയില്ല. ഇസ്തിഇലാ ഉലുവിനെ ലാസിമാക്കൂല. അപ്പോ മുസാവി എന്താവാം? മുസ്തഇലിയാവാം. അവൻ ആലി ആവണമെന്നില്ല, ആലി മുസാവി അല്ലല്ലോ. ഉലുവിനെ ലാസിമാക്കൂല. അപ്പോൾ മുസാവി എന്താവാം? മുസ്തഇലിയാവാം, ആലി ആവൂല എന്നുള്ളൂ. ഫയജൂസ അൻ യതഹഖഖ, അപ്പോൾ മിനൽ മുസാവി, അപ്പോൾ എന്തുണ്ടാകാം? ആ ഇസ്തിഇലാ ഉണ്ടാവൽ ജായിസാണ്. മിനൽ മുസാവി, മുസാവിയിൽ നിന്ന് ഇസ്തിഇലാഹു ഉണ്ടാവാം. മുസാവിയിൽ നിന്ന് ഇസ്തിഇലാ ഉണ്ടായാൽ അത് അംറായല്ലോ, അപ്പോൾ ഇൽത്തിമാസ് ആകൂല. ബൽ എന്നല്ല, മിനൽ അദ്ന, അദ്നയിൽ നിന്നും ഉണ്ടാവാം ഇസ്തിഇലാഹ്. ഒരു ചെറിയവൻ വലിയവനോട് ഇസ്തിഇലാഹിന്റെ നിലക്ക് അംറ് ചെയ്താൽ അത് അംറാകും. ഐദൻ വീണ്ടും ഇതാണ് പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്.